ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് അരി അരക്കുകയോ പൊടിക്കുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് റവയാണ്. ഞാനിവിടെ 1 കപ്പ് റവ തന്നെയാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് ഫൈനായിട്ടുള്ളൊരു റവയാണ്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ജീരകം അല്ലെങ്കിൽ എള്ളോ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ചീകിയെടുത്ത 1/4 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. 1/4 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്ത ശർക്കരയാണിത്. 1/4 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണിത്. ഇത് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ഇതും കൂട്ടി നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നുകിൽ നമുക്കിത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ടും എടുക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്ന് വെച്ചാൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലുള്ള ബാറ്ററാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിതൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ആയതുകൊണ്ട് ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല. ഞാൻ ഇതിലേക്ക് വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടായിരിക്കും ഇതിന്. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ലൂസാക്കി എടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ലൂസാക്കി നോക്കാം. ഈ ഒരു പരുവം നല്ല കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവാണ്. പക്ഷെ നമുക്ക് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിൽ നമ്മൾ റവ ഉപയോഗിച്ചതുകൊണ്ട് ഇതൊരു 3-4 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഇത് ഒന്നും കൂടെ തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ ബാറ്റർ എത്ര കട്ടിയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു 3 ടേബിൾ സ്പൂൺ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിത് കറക്കിയെടുക്കാൻ. എങ്കിലേ നമ്മൾ ചുടാനാവുമ്പോഴേക്കും ഇത് കറക്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കിയെടുക്കാം. ഞാനിതിൽ തേങ്ങാക്കൊത്തൊന്നും ചേർക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണെന്ന്. അപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കണില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പാണിത്. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ
ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി എടുക്കട്ടെ. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ അരി അരക്കാനോ അല്ലെങ്കിൽ പൊടിക്കാനോ ഒന്നും നിൽക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.